ഹലോ നമസ്കാരം. ശ്രീലങ്കയിലെ ഞങ്ങളുടെ 7ാമത്തെ ദിവസമാണ്. ഇന്ന് ഏർലി മോർണിംഗ് തന്നെ വട്ടകോടയിലെ ഞങ്ങളുടെ റൂമൊക്കെ ചെക്കൗട്ട് ചെയ്ത് ഞങ്ങൾ നേരെ അടുത്ത ഡെസ്റ്റിനേഷനായ എൽ എന്ന സ്ഥലത്തേക്ക് പോയി. വളരെ സീനിക് ആയിട്ടുള്ളൊരു ഡ്രൈവാണ്. ആൻഡ് വട്ടകോടയിൽ നിന്ന് ഏതാണ്ട് 1 hour മാറി നുവരേലിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നുവരേലിയ എന്ന് പറയുന്നത് അത്യാവശ്യം തണുപ്പും കോഫിയും ടീ പ്ലാന്റേഷൻസും ഒക്കെ ഉള്ള ഒരു ഹിൽ സ്റ്റേഷനാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ ചെന്നു. അവിടെ ഗ്രിഗറി ലേക്ക് എന്ന് പറയുന്ന ലേക്കൊക്കെ കണ്ട് അതിൻ്റെ ചുറ്റും ഡ്രൈവൊക്കെ ചെയ്ത് അങ്ങനെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ഈ നുവരേലിയയിലാണ് ശ്രീലങ്കയിലെ തന്നെ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് പോസ്റ്റ് ഓഫീസ് ഉള്ളത്. ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്തെന്നാൽ നമുക്ക് ലോകത്തെ എവിടേക്കും കുറഞ്ഞ ചിലവിൽ പോസ്റ്റ് കാർഡ്സ് അയക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങളും നാട്ടിലേക്കും വീട്ടിലേക്കും ഒക്കെ ഒരു സൊവനിയറായിട്ട് ഈ പോസ്റ്റ് കാർഡ്സ് ഒക്കെ അയച്ചു. പിന്നെ ഇവിടുത്തെ ആൾക്കാരുടെ വിശ്വാസം എന്തെന്ന് വെച്ചാൽ പണ്ട് കാലത്ത് രാവണൻ സീതാദേവിയെ തട്ടിക്കൊണ്ട് പാർപ്പിച്ച സ്ഥലം ഈ നുവരേലിയാണെന്ന്. അപ്പോൾ അതിന് സൂചകമായിട്ട് ഇവിടെ ഒരു സീതാദേവി ടെമ്പിളും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം കണ്ട് നേരെ എല്ലിലേക്ക് പോയി. എൽ ടൗൺ എത്തുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഞങ്ങൾക്കൊരു സ്റ്റേ കിട്ടി. അവിടെ ചെക്ക് ഇൻ ചെയ്തു. വളരെ പീസ്ഫുൾ ആൻഡ് കോസി ആയിട്ടുള്ളൊരു സ്റ്റേ ആയിരുന്നു അത്. പിന്നെ ഈവനിങ് ആയപ്പോഴത്തേക്കും ഞാൻ ചെറിയൊരു സോളോ ട്രിപ്പിന് ഇറങ്ങി. സച്ചുവിന് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നത് കാരണം ഇറങ്ങാൻ പറ്റിയില്ല. ഞങ്ങളുടെ സ്റ്റേയിൽ നിന്ന് ഏതാണ്ട് ഒരു 4 കിലോമീറ്റർ മാറി ശ്രീലങ്കയിലെ തന്നെ മോസ്റ്റ് ഐക്കോണിക് ആയിട്ടുള്ളൊരു ടൂറിസ്റ്റ് സ്പോട്ട് ഉണ്ട്. അതായത് 9 ആർച്ചസ് ബ്രിഡ്ജ് എന്ന് പറയും. ഞാൻ നേരെ ഓട്ടോയിലും നടന്നും ഒക്കെ ആയിട്ട് അങ്ങോട്ട് പോയി. അവിടെ എത്തിയപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ഞെട്ടി. ഈ ഇൻസ്റ്റാഗ്രാമിലെ എക്സ്പെക്റ്റേഷൻ വേഴ്സസ് റിയാലിറ്റിയുടെ നല്ലൊരു എക്സാമ്പിളാണ് ഈ സ്ഥലം. ഇതെങ്ങനെയെന്ന് വെച്ചാൽ 9 ആർച്ചസ് ഉള്ളൊരു ബ്രിഡ്ജാണ് അക്രോസ് എ വാലി. ആൻഡ് അതിൽ കൂടെ ഒരു ട്രെയിൻ സർവീസും ഉണ്ട്. അപ്പോൾ ട്രെയിനിലും റോഡിലും ഒക്കെ ആയിട്ട് ഇഷ്ടം പോലെ ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് ഞാൻ അത്യാവശ്യം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ തിരിച്ചു വന്നു. രാത്രി ഞങ്ങൾ ജസ്റ്റ് ആ ടൗണൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇന്നത്തെ ഡേ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. നാളത്തേക്ക് ഞങ്ങൾക്ക് നല്ലൊരു എക്സൈറ്റിംഗ് പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ശരി, ബൈ ബൈ.